വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫേർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. ഈ വീഡിയോ ഡ്രോപ്പ് ആവുന്നതിനെക്കാട്ട് മുമ്പ് തന്നെ ചിലപ്പോൾ ഒരു ഹിയർവിക വന്നേക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഡ്രോപ്പായി ഉടനെ ഒരു ഹിയർവിക വന്നേക്കാം. നമ്മൾ സംസാരിക്കുന്നത് എഡേഴ്സിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഈ വീഡിയോയിൽ എഡേഴ്സിന് ഹിയർവിക വന്നു, അല്ലെങ്കിൽ എഡേഴ്സിന് ഇങ്ങോട്ട് വരാൻ പോകുന്നു, നമ്മൾ സൈൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഡേറ്റ വെച്ചിട്ടും സ്റ്റാറ്റ്സ് വെച്ചിട്ടും അതേപോലെ തന്നെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുമാണ്. സോ ഞാൻ ഈ വീഡിയോന് 4 തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എഡേഴ്സിൻ്റെ പോസിറ്റീവ്സും വീക്ക്നെസ്സുമാണ്. അതിനുശേഷം ടാക്ടിക്കലി നമ്മുടെ ടീമിൽ എങ്ങനെ, അല്ലെങ്കിൽ അണ്ടർ മൈക്കിൾ കാരിക്കിൻ്റെ ടാക്ടിക്സിൽ എങ്ങനെ എഡേഴ്സിന് ഫിറ്റ് ആകും എന്നുള്ളൊരു കാര്യമാണ്. അതിനുശേഷം മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മെയിനോ കസമേറോ എന്ന മിഡ്ഫീൽഡേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ എഡേഴ്സിന് അവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. നാലാമത് ഞാൻ പറയാൻ പോകുന്നത് ഒരു മിഡ്ഫീൽഡ് ട്രിയോ എങ്ങനെ കംപ്ലീറ്റ് ആക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ബ്രൂണോ ഫെർണാണ്ടസും എഡേഴ്സിനോട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ മൂന്നാമത് വരേണ്ട മിഡ്ഫീൽഡർ ആരായിരിക്കണം, ഏത് പ്രൊഫൈലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ ഈ വീഡിയോനെ ഞാൻ 4 തിരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. കാരണം ഇതൊരു ജസ്റ്റ് ഒരു ഹിയർവിക പോലത്തെ ഒരു വീഡിയോ അല്ല. ഹിയർവിക വന്നതിന് ശേഷം മേ ബി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. ഞാനത് പറയാൻ കാരണം ഈ എഡേഴ്സൺ ഡീലിൽ പല ആൾക്കാരും ഹാപ്പിയാണ്, പല ആൾക്കാരും അൺഹാപ്പിയാണ്. അപ്പോൾ അത് തന്നെ ഈ ഒരു സൈനിങ്ങിനെ ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് ആക്കുന്നുണ്ട്. അതായത് സാധാരണ സൈനിങ്ങിനെ പോലെ അല്ല, ഇതിൽ പല ആൾക്കാർക്കും പല അഭിപ്രായമുള്ള ഒരു സൈനിങ്ങാണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും അവിടെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അവർക്കും ബെറ്റർ ആവും എന്താണ് എഡേഴ്സിനെന്ന് മനസ്സിലാക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങളുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു സബ്സ്ക്രൈബ്. കാരണം ഈ ചാനൽ നിങ്ങൾ കൂടിയുള്ളതാണ്. എഡേഴ്സൺ എന്താണ് എഡേഴ്സൻ്റെ പോസിറ്റീവ്സ്? ഫസ്റ്റ് തന്നെ എഡേഴ്സിൻ്റെ പോസിറ്റീവ്സ് ഫസ്റ്റ് ഞാൻ പറയുന്നത് എനർജിയാണ്. അതായത് ത്രൂ ഔട്ട് ദ പിച്ച് 90 മിനിറ്റ്സ് ഓടിക്കളിക്കാൻ പറ്റിയൊരു മിഡ്ഫീൽഡറാണ് എഡേഴ്സൺ. ബ്രസീലുകാരനാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലെയറും കൂടി മൂപ്പർക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പൊസിഷണൽ അവയർനെസ്, അതായത് നമ്പർ 8 ആയിട്ട് കളിക്കുമ്പോഴും നമ്പർ 6 ആയിട്ട് കളിക്കുമ്പോഴും പൊസിഷണൽ അവയർനെസ് കീപ്പ് ചെയ്യുന്നൊരു മിഡ്ഫീൽഡറാണ് എഡേഴ്സൺ. ഞാൻ പറയുന്നത് ഇയാളൊരു വേൾഡ് ക്ലാസ് മിഡ്ഫീൽഡർ ആണെന്നല്ല, ഒരു ഡീസൻറ്റ് മിഡ്ഫീൽഡറാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത് വെർസറ്റിലിറ്റി ആൾക്കൊരു ഭാഗമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ 6ഉം നമ്പർ 8ഉം ഈ പ്ലെയറിന് കളിക്കാൻ പറ്റും. അപ്പോൾ വെർസറ്റൈൽ ഫുട്ബോളറാണ്, അല്ലെങ്കിൽ വെർസറ്റൈൽ മിഡ്ഫീൽഡറാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഗ്രൗണ്ട് ഡ്യുവൽസ്, ഏരിയൽ ഡ്യുവൽസ് അല്ല, ഗ്രൗണ്ട് ഡ്യുവൽസ് ആണ് ഇയാളുടെ മെയിൻ പോസിറ്റീവ് സംഭവം. ഇതിന് നേരെ വിപരീതമായിട്ട് വരുന്ന സംഭവമാണ് ഇയാളുടെ നെഗറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ വീക്ക്നെസ് ആയിട്ടോ പറഞ്ഞൊരു സംഭവമാണ് ഏരിയൽ ഡ്യുവൽസ്. കാരണം ഞാനിത് പറയാൻ കാരണം ഞാൻ പല പ്ലേയേഴ്സിനോട് കമ്പയർ ചെയ്തപ്പോൾ, സ്പെഷ്യലി ചൗമീനി, കസമീറോ അങ്ങനത്തെ പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്തപ്പോൾ എഡേഴ്സിൻ്റെ ഏരിയൽ ഡ്യുവൽസ് ബെറ്റർ അല്ല. അപ്പോൾ അതൊരു വീക്ക്നെസ് ആണ്. ഇനി പല ആൾക്കാരും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത് എഡേഴ്സൺ കസമീറോൻ്റെ റീപ്ലേസ്മെൻ്റ് ആണോ, അതോ എഡേഴ്സൺ ഒരു കോബി മെനു ബാക്കപ്പ് ആയിട്ട് വരുന്ന പ്ലെയർ ആണോ എന്നുള്ളതാണ് പല ആളുടെയും കൺഫ്യൂഷൻ. പല ആൾക്കാരുടെയും പല ഫാൻസിൻ്റെയും കൺഫ്യൂഷൻ. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മൾ ഫേസ് പറഞ്ഞു കഴിഞ്ഞു, നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സെക്കൻഡ് ഫേസിലോട്ട് കിടക്കാം. അതായത് ടാക്ടിക്കൽ ബോർഡിൽ എങ്ങനെ എഡേഴ്സൺ അണ്ടർ മൈക്കിൾ കാരിക്ക് ഫിറ്റ് ആവും എന്നുള്ളത്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ടോപ്പിൽ കൊടുക്കാം. കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പോയി കാണാം. ഇവിടെ ഞാനത് അതിൻ്റെ ഒരു ഗ്ലിംസ് മാത്രമാണ് പറയുന്നുണ്ടാവുള്ളൂ, കാരണം ഈ വീഡിയോ അധികം വലിച്ചു നീട്ടേണ്ട വെച്ചിട്ടാണ്. ഇനി എങ്ങനെ നമുക്ക് എഡേഴ്സിനെ ടാക്ടിക്കലി മൈക്കിൾ കാരിക്കിന് അണ്ടറിൽ ഫിറ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എഡേഴ്സൺ ഫിറ്റ് ആകുമോ എന്നുള്ള കാര്യം നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ടാക്ടിക്കൽ ബോർഡ്. ഇതിൽ ഞാൻ എഡേഴ്സിന് ഒരു സെപ്പറേറ്റ് കളർ കൊടുത്തിരിക്കുകയാണ്, കാരണം മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പല ആൾക്കാർക്ക് ഇപ്പോൾ തോന്നുന്നത് ഇതെന്ന് 3 at the back എന്നൊക്കെ. കാരണം നമ്മൾ 4 at the back കളിക്കുന്ന ടീമാണെങ്കിലും പലപ്പോഴും മൈക്കിൾ കാരിക്ക് പന്ത് പ്രോഗ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 3 at the back സിസ്റ്റം വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ത്രീ ഡിഫൻസിനെ വെച്ചുകൊണ്ടാണ്. ഇവിടെ എഡേഴ്സിൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്പർ 8 ആയിട്ടാണെങ്കിലും നമ്പർ 6 ആയിട്ടാണെങ്കിലും ചില സമയങ്ങളിൽ പ്രസ്സിങ് ഇൻറ്റൻസ് ആകുമ്പോൾ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ എഡേഴ്സിന് ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ലാമൻസിൽ നിന്നും പന്ത് എഡേഴ്സിലോട്ട് പോകും. അപ്പോൾ എഡേഴ്സൺ കുറച്ചും കൂടി പ്രസ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പന്ത് കിട്ടിയതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ അറ്റാക്കിംഗ് ഫേസിലോട്ട് പന്ത് എത്തിക്കാനും എഡേഴ്സിന് കഴിയണം. വേറൊരു സൊല്യൂഷൻ ഉള്ളത്, അല്ലെങ്കിൽ വേറൊരു പണി എഡേഴ്സൺ ചെയ്യേണ്ടത്, ചില സമയങ്ങളിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റാത്ത സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മൈക്കിൾ കാരിക്ക് ലാമൻസിനെ കൊണ്ട് ലോങ് ബോൾ ഇടിയിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലാമൻസ് ലോങ് ബോൾ ഇടുമ്പോൾ ഷോൻ്റെ അടുത്തോട്ടാണ് ലോങ് ബോൾ പോകുന്നതെങ്കിൽ ആ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനായിട്ട് എഡേഴ്സിൻ്റെ ഉപയോഗം വരും. അപ്പോൾ ആ ഒരു സമയത്തും എഡേഴ്സൻ്റെ ഗ്രൗണ്ട് ഡ്യുവൽ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഏരിയൽ ഡ്യുവൽസ് നമുക്ക് യൂസ് ആയിട്ട് വരും.
അതിനുശേഷം വരുന്ന സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസീവായിട്ട് പന്ത് മൂവ് ചെയ്യാൻ പറ്റുന്ന ആളും കൂടിയാണ് എഡേഴ്സൺ. സോ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ എഡേഴ്സിൽ ഞാൻ കാണുന്ന അല്ലെങ്കിൽ അണ്ടർ മൈക്കിൾ കാരിക്ക് മിക്കവാറും നമ്മൾ കാണാൻ പോകുന്ന കുറേ സംഭവങ്ങളിൽ ഒന്ന് അത് ലോങ് ബോൾ ഉള്ളതായിരിക്കും, അതായത് സ്വിച്ച് ചെയ്യലായിരിക്കും. എഡേഴ്സിൻ്റെ വൺ ഓഫ് ദ മേജർ പോസിറ്റീവ് ലോങ് ബോൾസ് ആണ്. ആക്യുറേറ്റഡ് ലോങ് ബോൾസ് കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ് എഡേഴ്സ് എന്നാണ് സ്റ്റാറ്റ് പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്പേഴ്സ് പ്രൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിൽക്കുന്നത് എംബൂമോ ആണ്, അല്ലെങ്കിൽ അമാദാവും ആരും ആവും. റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന ഈ ഒരു പ്ലെയർ ആണെങ്കിൽ എഡേഴ്സിൻ്റെ കേപ്പബിലിറ്റി ലോങ് ബോൾസ് ഇവിടെ യൂസ് ആയിട്ട് വരും. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ സെക്കൻഡ് ബോളോ ഫസ്റ്റ് ബോളോ വിൻ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഒരു പ്രസ് ഭയങ്കര കൂടുതലാണെങ്കിൽ, ഈ ഒരു ഏരിയയിൽ പ്രസ്സിങ് ഭയങ്കര കൂടുതലാണെങ്കിൽ എഡേഴ്സിന് ഈ പന്ത് നമ്മുടെ നെക്സ്റ്റ് വിങ്ങിലോട്ട് ലോങ് സ്വിച്ച് നടത്താനുള്ള ഒരു കഴിവുള്ളൊരു പ്ലെയർ കൂടിയാണ് എഡേഴ്സൺ. സോ ടാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഹീ വിൽ ഫിറ്റ് ദ റോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പണ്ട് ചെയ്തൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കാരിക്കിന് വേണ്ടത് ഒരു ഡേർട്ടി വർക്ക് എടുക്കുന്ന മിഡ്ഫീൽഡറാണ്. ആൻഡ് ഐ തിങ്ക് നമ്മൾ എഡേഴ്സിനെ സൈൻ ചെയ്യുന്നത് ഒരു ഡേർട്ടി വർക്ക് എടുക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെയാണ്. ബിക്കോസ് ഐ ഫീൽ മൂപ്പര് അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡറാണ്. ഓടി നടന്ന് ഡേർട്ടി വർക്ക്, ബാക്കി പ്ലേയേഴ്സിന് വേണ്ടി ഡേർട്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡറാണ് എഡേഴ്സ് എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ടാക്ടിക്കലി ഹീ വിൽ ഫിറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ടാക്ടിക്കലി നോക്കുകയാണെങ്കിൽ നമ്പർ 6 ആയിട്ട് നമ്പർ 8 ആയിട്ട് എഡേഴ്സിനെ കളിപ്പിക്കാൻ പറ്റും, അതും ഒരു പോസിറ്റീവാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് കാര്യം. ഇനി നമുക്ക് തേർഡ് ഫേസിലോട്ട് കിടക്കാം. തേർഡ് ഫേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസൺ ആണ്. ഇപ്പോഴുള്ള നമ്മുടെ ടീമിലെ മെയിനു, അതിൻ്റെ പോലെ തന്നെ നമ്മുടെ ടീമിൽ ഇതുവരെ കളിച്ചിരുന്ന കസമിറോ എന്നീ പ്ലേയേഴ്സിനായിട്ട് എഡേഴ്സിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എഡേഴ്സിന് പെർഫോം ചെയ്തത്, അല്ലെങ്കിൽ നമ്പേഴ്സ് വൈസ് എഡേഴ്സിന് എവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പിക്ക് ചെയ്യാൻ പോകുന്നത് കസമിറോനായിട്ടാണ്. കാരണം പല ആൾക്കാരും പറയുന്നുണ്ട് എഡേഴ്സൺ ഈസ് നോട്ട് എ കസമിറോ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് നോക്കി നോക്കാം അത് കറക്റ്റ് ആണോ, ഇവർ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമ്പേഴ്സ് വൈസ് എഡേഴ്സിന് കസമിറോ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല നമുക്ക് നോക്കി നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് സ്ക്രീൻ. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഫസ്റ്റ് എടുത്തുള്ള കസമിറോ ആണ്, എഡേഴ്സിനാണ്. ഒബ്വിയസ്ലി രണ്ട് പ്ലേയേഴ്സും കളിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ടീമിലാണ്. ആ രണ്ട് ടൈപ്പ് ഓഫ് ടീമും ഉള്ളത് രണ്ട് ടൈപ്പ് ഓഫ് ലീഗിലാണ്. ആ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. പക്ഷേ നമ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മളത് പറഞ്ഞേ പറ്റുള്ളൂ. അത് ലീഗിൻ്റെ കാര്യം നോക്കിയിട്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ ഈ ടീമിൽ ഇയാൾ കളിച്ചു എന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമ്പേഴ്സ് നോക്കുമ്പോൾ ഡേറ്റ ആക്ച്വലി പ്രൂവ്സ് സംടൈംസ്. സോ എന്തായാലും നമുക്ക് കസമിറോ എഡേഴ്സിൻ്റെ കാര്യം നോക്കാം. കസമിറോ എഡേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് ഏറ്റവും കൂടുതലുള്ള കസമിറോയ്ക്ക് ആയിരുന്നു. നമുക്കറിയാം 2 സെൻറ്റിമീറ്റർ ഉയരം കൂടുതലാണ് കസമിറോയ്ക്ക്. കൂട്ടത്തിൽ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ കസമിറോ ഈ സീസണിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് മിഡ്ഫീൽഡേഴ്സ് ആണ്. ഹീറ്റ് മാപ്പ് എടുത്താൽ കസമിറോ ഈസ് എൻ ഓൾ ആക്ഷൻ മിഡ്ഫീൽഡർ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അറ്റ്ലാന്റിൽ നിന്നുള്ള എഡേഴ്സൺ ഹീ ഓൾസോ ഈസ് എൻ ഓൾ ആക്ഷൻ മിഡ്ഫീൽഡർ. ഇവിടെ ഹീറ്റ് മാപ്പ് എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ എഡേഴ്സൺ നമ്പർ 8 ആയിട്ടും നമ്പർ 6 ആയിട്ടും കളിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഈ ഹീറ്റ് മാപ്പ്. കാരണം 2 ബോക്സിലും എഡേഴ്സിൻ്റെ പ്രസൻസ് കാണാൻ പറ്റുന്നുണ്ട്. നേരെ മറിച്ച് കസമിറോൻ്റെ പ്രസൻസ് കുറച്ചും കൂടി ഉള്ളത് നമ്പർ 6 റോളുള്ളതാണ്. തീർച്ചയായിട്ടും കസമിറോ ഇസ് CDM. നമ്പേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കസമിറോണ് ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളിച്ചുള്ള കസമിറോ ആണ്. മാച്ചസൊക്കെ അറ്റാക്കിംഗ് ഫേസിലും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തുള്ള കസമിറോ ആണ്. നമ്പേഴ്സ് പ്രൂവൺ ആണ് അതിൻ്റെ കാര്യത്തിൽ. സ്റ്റാറ്റ്സ് നമ്മൾ റോങ് അല്ല ഇവിടെ കാണിക്കുന്നത്. അസിസ്റ്റ് കാര്യങ്ങളായാലും ഏറ്റവും കൂടുതലുള്ളത് കസമിറോയ്ക്കാണ്. പക്ഷേ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ലോങ് ബോൾസ്. നമ്മൾ നേരത്തെ ടാക്ടിക്കൽ ബോർഡിൽ പറഞ്ഞ ലോങ് ബോളിൻ്റെ കാര്യം, കസമിറോനെക്കാട്ടും കൂടുതൽ ലോങ് ബോൾ ഇടുന്നത് എഡേഴ്സിനാണ്. അതും വിത്ത് മോർ ആക്യുറസി. പെർ ഗെയിം 2.5 ആണ് കസമിറോ ലോങ് ബോൾ ഇടുന്നത്, അതും 54.1% ആക്യുറസിയിലാണെങ്കിൽ അതേസമയം എഡേഴ്സൺ 2.7 ലോങ് ബോൾസ് ആണ് ഇടുന്നത്, അതും 72.1% ആക്യുറസി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്നുള്ളത്. കാരണം നമ്മൾ ടാക്ടിക്കൽ ബോർഡിൽ പറഞ്ഞ ഏകദേശം അതേ സംഭവമാണ് നമ്മളുടെ നമ്പേഴ്സ് പ്രൂവ് ചെയ്യുന്നത്. ഇത് കസമിറോയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ നോക്കുന്നൊരു കാര്യം ഡിഫെൻസീവ് ഷേപ്പാണ്, അല്ലെങ്കിൽ ഡിഫെൻസീവ് നമ്പേഴ്സാണ്. ഡിഫെൻഡിങ്ങിൽ എങ്ങനെയാണ് എഡേഴ്സ് നിൽക്കുന്നത്? തീർച്ചയായിട്ടും അധികം ഡ്രിബിൾ പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന മിഡ്ഫീൽഡറാണ് എഡേഴ്സൺ. അതിൽ മാത്രമാണ് കസമിറോയോട് കമ്പയർ ചെയ്യുമ്പോൾ എഡേഴ്സൺ ബെറ്റർ. പക്ഷേ ഇൻ്റർസെപ്ഷൻസിൽ കസമിറോയും എഡേഴ്സണും കട്ടയാണ് 0.9. സോ കസമിറോൻ്റെ അതേപോലെ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തൊരു മിഡ്ഫീൽഡറാണ് എഡേഴ്സൺ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. ഇനി കുറച്ചും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഡ്യുവൽസും അതേപോലെ തന്നെ ഏരിയൽ ഡ്യുവൽസും ഏറ്റവും കൂടുതൽ വിൻ ചെയ്യുന്നത് കസമിറോ തന്നെയായിരുന്നു. എന്നാൽ ഗ്രൗണ്ട് ഡ്യുവൽസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എഡേഴ്സൺ തൊട്ട് പിന്നാലുണ്ട്. കാരണം 3.8 ആണ് എഡേഴ്സിൻ്റെ, 3.9 ആണ് കസമിറോയ്ക്ക്. ഡ്രിബിൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് എഡേഴ്സനാണ്. കാരണം ഹീസ് മോർ എനർജറ്റിക്, കുറച്ചുകൂടി യങ് ആണ്. ആ കാര്യം കൊണ്ട് തന്നെയായിരിക്കും. പന്ത് അധികം കളയാത്തത് എഡേഴ്സനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഫൗള് അധികം ചെയ്യാത്തത് എഡേഴ്സനാണ്. ഫൗൾ ചെയ്യപ്പെടുന്നതും കൂടുതൽ എഡേഴ്സനാണ്. സോ ഇൻ മൈ ഒപ്പീനിയൻ
അറ്റ് സം പ്ലേസസ് ഹീ ക്യാൻ ബി എ കസമിറോ റീപ്ലേസ്മെൻറ്റ്. ഞാൻ പറയുന്നത് ഡയറക്റ്റ് നമ്പർ 1 റീപ്ലേസ്മെൻറ്റ് അല്ല. മേ ബി ഒരു കപ്പ് ഗെയിംസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കസമിറോൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്പർ 6 ആയിട്ട് എഡേഴ്സിനെ ഈ സ്റ്റാറ്റ്സ് വെച്ച് ഉപയോഗിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഞാൻ പോകുന്നത് കോബി മെനുവിനായിട്ട് കമ്പയർ ചെയ്യാനാണ്. നമുക്കറിയാം നമ്മുടെ ടീമിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ മിഡ്ഫീൽഡേഴ്സ് ആണ് കോബി മെനു. കോബി മെനു എങ്ങനെയാണ് എഡേഴ്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്പേഴ്സ് കാണിക്കുക നമുക്ക് നോക്കി നോക്കാം. എഡേഴ്സിനെക്കാട്ടും 1 സെൻറ്റിമീറ്റർ ഉയരം കൂടുതലാണ് കോബി മെനുവിന്. സോ അതും കൂടി കീപ്പ് ഇൻ മൈൻഡ്. സോഫ സ്കോർ റേറ്റിംഗിൽ ഏറ്റവും കൂടുതലുള്ളത് അറ്റ്ലാന്റയിൽ നിന്നുള്ള എഡേഴ്സിനാണ്. കോബി മെനുവിന് അറ്റ്ലാന്റയിൽ നിന്നുള്ള എഡേഴ്സിനെക്കാട്ടും കുറവാണ്. ഹീറ്റ് മാപ്പ് എടുത്താലും നമുക്ക് ശരിക്കും കാണാൻ പറ്റും കോബി മെനുവിൻ്റെ പ്രസൻസ് കൂടുതലും നമ്പർ 8 അറ്റാക്കിംഗ് ഫേസിലാണ്. എഡേഴ്സിൻ്റെ 2 ഫേസിലുണ്ട്, അതായത് ബിൽഡപ്പ് ഫേസിലുണ്ട്, അല്ലെങ്കിൽ ഡിഫെൻസീവ് ഫേസിലുണ്ട്, അറ്റാക്കിംഗ് ഫേസിലുണ്ട്. സോ മാച്ചിൻ്റെ കാര്യം മിനിറ്റ് വെള്ളം വേണമായിരുന്നു. ഓക്കെ, മാച്ചിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോബി മെനുവിനെക്കാട്ടും 2 ഗെയിം കൂടുതൽ മാത്രമാണ് അറ്റ്ലാന്റയിലുള്ള എഡേഴ്സൺ കളിച്ചിട്ടുള്ളൂ. ഗോൾസിൻ്റെ കാര്യങ്ങൾ എടുത്താലും എക്സ്പെക്ട് ഗോൾസ് ഒക്കെ എടുത്താലും ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ എടുത്താലും എഡേഴ്സണാണ് ഏറ്റവും മുന്നിൽ. അതിൻ്റെ കൂട്ടത്തിൽ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കോബി മെനു കൂടുതലായിട്ടും മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും കുറച്ചുകൂടി ബിൽഡപ്പ് ഫേസിലല്ലാതെ നമ്പർ 8 ആയിട്ട് കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ ആയതുകൊണ്ടാവാം. എഗെയിൻ ലോങ് ബോളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 0.8 ആണ് ലോങ് ബോൾ ഉള്ളത് കോബി മെനുവിന്, നേരെ മറിച്ച് 2.7 ആണ് എഗെയിൻ എഡേഴ്സിനുള്ളത്. സോ കസ്റ്റമറിനെക്കാട്ടും കോബി മെനുവിനെക്കാട്ടും ലോങ് ബോൾസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എഡേഴ്സിനാണ്, വിത്ത് ആക്യുറസി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഡിഫെൻസീവ് സംഭവം നോക്കുകയാണെങ്കിൽ ഇൻ്റർസെപ്ഷൻസും ടാക്കിൾസും ക്ലിയറൻസസും ഒക്കെ ഉള്ളത് എഡേഴ്സിനാണ്. അധികം ഡ്രിബിൾ ചെയ്യാൻ പറ്റാത്തത് കോബീനെയാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നതും കോബിയാണ്. ഇവിടെയാണ് നെക്സ്റ്റ് പറഞ്ഞ സംഭവം, അതായത് സക്സസ്ഫുൾ ഡ്രിബിൾസ് കോബിക്കാണ് കൂടുതലെങ്കിലും ഗ്രൗണ്ട് ഡ്യുവൽസും ഏരിയൽ ഡ്യുവൽസും ഏറ്റവും കൂടുതൽ വിൻ ചെയ്യുന്നത് എഡേഴ്സിനാണ്. എന്നോട് ചോദിക്കുകയാണ് ഇതൊരു കോബി മെനു റീപ്ലേസ്മെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും യെസ് എന്നുള്ളത്. കാരണം പല ഫേസിലും കോബി മെനുവിനെക്കാട്ടും ബെറ്ററായിട്ട് എഡേഴ്സൺ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്പേഴ്സ് പ്രൂവ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നാളെ കോബിനടുത്ത് കളഞ്ഞിട്ട് എഡേഴ്സൺ അങ്ങോട്ട് കയറ്റണം എന്നല്ല. പക്ഷേ കോബി ബെഞ്ചിൽ പോയിട്ട് എഡേഴ്സൺ സ്റ്റാർട്ടിംഗ് ലെവലിലോട്ട് വന്നാലും ഐ വോണ്ട് ബി സർപ്രൈസ്ഡ്. കാരണം നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ കോബി മെനുവിനെക്കാട്ടും ബെറ്ററായിട്ട് എഡേഴ്സൺ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എഗെയിൻ ഇതൊക്കെ പല ആൾക്കാർക്കും പല ഒപ്പീനിയൻസ് ആണ്. ഇത് നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. പക്ഷേ അല്ലാതെ നോർമലി ഒരു റിയലിസ്റ്റിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോബി മെനു നമ്മുടെ ടീമിൽ നിന്ന് ഔട്ടാകാൻ പോകുന്നില്ല. കാരണം ഹീസ് അവർ മെയിൻ മിഡ്ഫീൽഡർ അടുത്ത സീസണിലോട്ട് പോകുമ്പോൾ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊരു കസ്റ്റമർ റീപ്ലേസ്മെൻ്റ് ആണോ, അതോ കോബിക്കുള്ള ബാക്കപ്പ് ആണോ, അതോ കോബിനെ ബെഞ്ചിൽ കയറ്റി ആ കോബിയുടെ സ്ഥാനം എടുക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ ആണോ എഡേഴ്സൺ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് ഹോപ്പ് യു ആർ ലൈക്കിംഗ് ദിസ് വീഡിയോ. ഇതൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഫേസിൽ വരുന്ന സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ ടാക്ടിക്സ് പറഞ്ഞു, കമ്പാരിസണൊക്കെ ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞു, 3 ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനിയാണ് എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാസ്റ്റ് ഭാഗം. ആ ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്ക്രീനിലോട്ട് കൊണ്ടുവരുന്നത് ഒരു മിഡ്ഫീൽഡ് ട്രയോ എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അതായത് ഞാനിവിടെ 3 പ്ലെയേഴ്സിൻ്റെ പേരെടുത്തിട്ടുണ്ട്: ബ്രൂണോ ഫെർണാണ്ടസ്, കോബി മെനു ആൻഡ് എഡേഴ്സൺ. എഡേഴ്സ് നമ്മുടെ ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ വിത്ത് കോബി മെനു, ബ്രൂണോ ഫെർണാണ്ടസ് കളിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ മിഡ്ഫീൽഡ് ട്രിയോ സംഭവം. അതായത് നമുക്കധികം ഡ്യുവൽസ് ഒന്നും വിൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പൊസിഷൻ വിൻ ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ ഇൻട്രസ്റ്റിംഗ് സംഭവം ചെയ്യാൻ പോവാണ്. ഞാൻ മുമ്പ് ചെയ്ത സമയത്ത് എനിക്ക് കണ്ണിൽ പെട്ടൊരു സംഭവമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹമുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇവിടുന്ന് കോബി മെനുവിനെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഐ ആം ജസ്റ്റ് ആഡിങ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിഡ്ഫീൽഡർ, അതായത് ചൗമീനി. ലുക്ക് അറ്റ് ദാറ്റ് ഡിഫറൻസ്. ഞാൻ എഡേഴ്സിനെയും ബ്രൂണോ ഫെർണാണ്ടസിനെയും ചൗമീനിനെ ആഡ് ചെയ്തപ്പോൾ ആ ഡ്യുവൽ പെർസെൻറ്റേജ് കൂടിയത് കണ്ടോ? ഐ തിങ്ക് ദിസ് കുഡ് ബി യുവർ മിഡ്ഫീൽഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതായത് എഡേഴ്സിനെ കൊടുന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് ബി ചൗമീനി ഫ്രം റയൽ മാഡ്രിഡ്. ആൻഡേഴ്സിനെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, കാരണം ആൻഡേഴ്സിന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് റീച്ച് ആണ്, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ചൗമീനിൽ ഇപ്പോഴും ഒരു ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചൗമീനെ ഇതിലോട്ട് ആഡ് ചെയ്തത്. സോ ദിസ് ഈസ് മൈ മിഡ്ഫീൽഡ് ട്രയോ. അതായത് കോബി മെനു ഇല്ലാതെ എഡേഴ്സിനെയും ബ്രൂണോ ഫെർണാണ്ടസും ചൗമീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് കുറച്ചും കൂടി ബെറ്റർ ആവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇതിനെതിരെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇതിലോട്ട് എഡേഴ്സിനെ മാറ്റി മെയിനിനെ ആഡ് ചെയ്ത് നോക്കാം. സോ ലെറ്റ് സി ഹൗ ഇറ്റ് കംസ്. ലുക്ക് അറ്റ് ദാറ്റ് ഡിഫറൻസ്. അതായത് എനിക്ക് തോന്നുന്നത്
മെയിനിനെക്കാട്ടും കൂടുതൽ ആ ബ്രൂണോ ഫെർണാണ്ടസിനും ചൗമിനും കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എഡേഴ്സനാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ലെറ്റ്സ് സീ നമുക്ക് എഡേഴ്സിനും കൂടി ആഡ് ചെയ്ത് നോക്കാം. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് കംസ്. ലുക്ക് അറ്റ് ദാറ്റ്. കോബി മെയിനുവിനെക്കാട്ടും ബെറ്റർ ആയിട്ട് എഡേഴ്സൺ വർക്ക് ആവുന്നു എന്നുള്ളതാണ് ഞാനിവിടെ കാണുന്നത്. സോ ഇതാണ് ഞാൻ എഡേഴ്സൺ സൈൻ ചെയ്യുന്നതിനെക്കാട്ടും മുമ്പേ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ. മേ ബി വീഡിയോ ഡ്രോപ്പ് ആകുമ്പോഴേക്കും ഹിയർവിക വന്ന് കാണാം. പക്ഷേ എന്നിരുന്നാലും ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ, ഐ ഹോപ്പ് യു എൻജോയിങ് ദിസ് വീഡിയോ. കാരണം ഇങ്ങനത്തെ വീഡിയോസാണ് നമുക്ക് വേണ്ടത്. ഒരു പ്ലെയറിനെ വേണമെന്ന് പറയുന്നതിനെക്കാട്ടും മുമ്പേ ആ പ്ലെയർ നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ആകുമോ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഫിറ്റ് ആകുമോ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക. ഡു യു തിങ്ക് എഡേഴ്സൺ ഈസ് എ ഗുഡ് ഫിറ്റ് ഫോർ അവർ ടീം? തീർച്ചയായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. ലൈക്ക് ദ വീഡിയോ, സബ്സ്ക്രൈബ് ടു ദ ന്യൂ ചാനൽ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ. പിന്നെ ബാക്കിയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ഈ വീഡിയോ കാണട്ടെ. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. സീ യു.